ഈ വീഡിയോയിൽ 118 പേജ് നമ്പർ 118 അക്വിസിഷൻ റിലേറ്റഡ് കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ് നോക്കുന്നത്. എക്സാമ്പിൾ 5, കമ്പനി എക്സ് അക്വയേർഡ് കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇൻ കമ്പനി വൈ ആൻഡ് ഇഷ്യൂഡ് 1 lakh ഷെയർസ് ടു ഇറ്റ്സ് ഓണേഴ്സ് ആസ് കൺസിഡറേഷൻ ഫോർ ദ അക്വിസിഷൻ. എക്സ് വൈയിൽ നിന്നും ഷെയർ വാങ്ങി അല്ലെങ്കിൽ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് വാങ്ങി, അതിന് പകരമായിട്ട് വൈക്ക് എക്സ് 1 ലക്ഷം രൂപയുടെ ഷെയറാണ് ഓഫർ ചെയ്തിരിക്കുന്നത് കൺസിഡറേഷനായിട്ട്. അതായത് ഈ വൈ എന്ന കമ്പനിയെ പർച്ചേസ് ചെയ്യാനായിട്ട് എക്സ് കൊടുത്തിരിക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് 1 lakh ഷെയർസാണ്. ദ ഫെയർ വാല്യൂ ഓഫ് ദ ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ എക്സ് വാസ് ആസ് ഫോളോസ്. അപ്പോൾ ഈ എക്സ് ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ ഫെയർ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. 4 lakhs ആസ് അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ എഗ്രിമെൻറ്റ്. അക്വിസിഷൻ എഗ്രിമെൻറ്റ് വയ്ക്കുന്ന സമയത്ത് 4 lakh ആണ് അതിൻ്റെ ഫെയർ വാല്യൂ. ദെൻ ആ കമ്പനിയുടെ ഫെയർ വാല്യൂ. ദെൻ 4,75,000 ആസ് അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഇസ് ഐഡൻറ്റിഫൈഡ് ബൈ ദ എഗ്രിമെൻറ്റ്. ഈ സമയത്ത് അക്വിസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് 4,75,000 ആണ് കമ്പനിയുടെ വാല്യൂ. കമ്പനി എക്സ് ഇൻകേർഡ് ദ ഫോളോയിങ് എക്സ്പെൻസസ് ഇൻ റിലേഷൻ വിത്ത് ദ അക്വിസിഷൻ. അക്വിസിഷൻ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത അക്വിസിഷൻ റിലേറ്റഡ് കോസ്റ്റിൽ ഉൾപ്പെടുന്ന 3 കോസ്റ്റുകൾ അവർക്ക് ഇൻകർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കമ്പനി എക്സ് ഓൾസോ എഗ്രീസ് വിത്ത് കമ്പനി വൈ if it meets certain performance based targets within next 2 years. എക്സ് കമ്പനി വൈ കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ വന്നിരിക്കുകയാണ്. അതെന്താ വെച്ചാൽ ഇഫ് ഇറ്റ് മീറ്റ്സ് സർട്ടൻ പെർഫോമൻസ് ബേസ്ഡ് ടാർഗറ്റ്സ് വിതിൻ നെക്സ്റ്റ് 2 years. അതായത് വൈ കമ്പനി എന്തെങ്കിലും എക്സ് കമ്പനി വൈ കമ്പനിയോട് ഒരു എഗ്രിമെൻറ്റ് വെച്ചിരിക്കുകയാണ്. അടുത്ത 2 വർഷങ്ങളിൽ പെർഫോമൻസിൽ എന്തെങ്കിലും അതായത് ടാർഗറ്റ് ബേസ്ഡ് പെർഫോമൻസിൽ എന്തെങ്കിലും ഇൻക്രിമെൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റം ഉണ്ടെങ്കിൽ ആൻ അഡീഷണൽ കൺസിഡറേഷൻ ഓഫ് 80,000 വിൽ ബി പെയ്ഡ് ടു ഇറ്റ്. അങ്ങനെയാണെങ്കിൽ 80,000 ഒരിക്കൽ കൂടി കൺസിഡറേഷൻ എക്സ് വൈക്ക് കൊടുക്കും, അഡീഷണൽ ആയിട്ട് കൺസിഡറേഷൻ കൊടുക്കും എന്നാണ് അവരുടെ എഗ്രിമെൻറ്റ്. കമ്പനി എക്സ് ഡിറ്റർമിൻസ് ദ ഫെയർ വാല്യൂ ഓഫ് ദിസ് അഡീഷണൽ കൺസിഡറേഷൻ ആസ് 50,000. എക്സ് എന്താണ് പറയുന്നത്, 50,000 രൂപ അഡീഷണൽ കൺസിഡറേഷനായിട്ട് കൊടുത്തതിൻ്റെ അഡീഷണൽ കൺസിഡറേഷൻ 50,000 എന്ന് പറയുന്നത് എക്സ് ഡിറ്റർമിൻ ചെയ്ത ഫെയർ വാല്യൂ ആണ് ആ കൺസിഡറേഷൻ്റെ. കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ പെയ്ഡ്. അങ്ങനെയെങ്കിൽ കൺസിഡറേഷൻ എത്രയാണെന്ന് ചെയ്യണം. ഇത് കൺസിഡറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു പ്രോബ്ലം ആയതുകൊണ്ട് അത് കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള സ്റ്റെപ്സാണുള്ളത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് കൺസിഡറേഷൻ പെയ്ഡ്, ഫെയർ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ആസ് അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. അക്വിസിഷൻ ഡേറ്റിലുള്ള ഫെയർ വാല്യൂ 4,75,000. അതിനോടൊപ്പം കണ്ടിജൻറ്റ് കൺസിഡറേഷൻ്റെ ഫെയർ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടിജൻറ്റ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ്റെ ബേസിൽ അക്വിസിഷൻ ഡേറ്റിലെ എഗ്രിമെൻറ്റ് പ്രകാരം ഒരു കണ്ടീഷൻ്റെ ബേസിൽ അക്വയറർ കമ്പനി അക്വയറിക്ക് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ള കൺസിഡറേഷൻ്റെ പേരാണ് കണ്ടിജൻറ്റ് കൺസിഡറേഷൻ. അതുകൊണ്ട് ആ കണ്ടിജൻറ്റ് കൺസിഡറേഷൻ 50,000 ആണ് അതിൻ്റെ ഫെയർ വാല്യൂ. അങ്ങനെ ടോട്ടൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 5,25,000 ആണ്. അല്ലാതെ അഡീഷണൽ കൺസിഡറേഷൻ 80,000 പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 80,000 അല്ല ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടത്. രണ്ടിൻ്റെയും ഫെയർ വാല്യൂ, അതായത് 4,75,000 ആണ് ശരിക്കുള്ള ഫെയർ വാല്യൂ എഗ്രിമെൻറ്റിൻ്റെ സമയത്തുള്ളത്. അതിനോടൊപ്പം ഈ പറയുന്ന 50,000 രൂപ ഫെയർ വാല്യൂ കൂടി, കണ്ടിജൻറ്റ് കൺസിഡറേഷൻ്റെ ഫെയർ വാല്യൂ കൂടി ആഡ് ചെയ്യുക, 5,25,000. പിന്നെ ബാലൻസ് ഉള്ളത് അക്വിസിഷൻ കോസ്റ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലീഗൽ ആൻഡ് കൺസൾട്ടിംഗ് ഫീസ് 30,000 ആൻഡ് ജനറൽ കോസ്റ്റ് ഓഫ് 20,000 ഷുഡ് ബി ട്രീറ്റഡ് ആസ് എക്സ്പെൻസസ് ആൻഡ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ഡെബിറ്റ് ചെയ്യണം. ഇതെല്ലാം എക്സ്പെൻസസ് ആയിട്ട് കണക്കാക്കുകയും വേണം. ഹവർ the cost related to the issuance of the equity should be recognized in accordance with Ind AS 32 and 39. That is, these should be deducted from the proceeds of equity. അതായത് Ind AS 32 and 39 പ്രകാരം
കോസ്റ്റ് റിലേറ്റഡ് ടു ദ ഇഷ്യൂവൻസ്, അതായത് ഇഷ്യൂവൻസിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ്, അതായത് അക്വിസിഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് 30-39 പ്രകാരം റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇക്വിറ്റിയിൽ നിന്നുള്ള പ്രൊസീഡിങ്സിൽ നിന്ന് ലെസ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഇക്വിറ്റിയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് വരുമാനമുണ്ടോ, അതായത് ഇക്വിറ്റിയിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്, അതിൽ നിന്ന് അതായത് ആ ഇൻകത്തിൽ നിന്ന് ഈ പറയുന്ന ഇഷ്യൂവൻസ് റിലേറ്റഡ് കോസ്റ്റ്, അതായത് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് മൈനസ് ചെയ്യണം. അതൊക്കെ തന്നെയാണ് നമ്മളിവിടെ പഠിച്ചത്. 30-39 ഈ തിയറിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. then അടുത്തത് നോക്കാം. സ്റ്റെപ്പ് 5, റെക്കഗ്നൈസിങ് ആൻഡ് മെഷറിങ് ഗുഡ് വിൽ ഓർ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. ഈ കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ഗ്രൂപ്പ് കമ്പനിയിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഗുഡ് വിൽ എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. IFRS 3 ഓർ Ind AS 103 കവേഴ്സ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ അക്വയേർഡ് ഇൻ എ ബിസിനസ് കോമ്പിനേഷൻ. അപ്പോൾ ഗുഡ് വില്ലിനെ കുറിച്ച് പറയുന്ന സ്റ്റാൻഡേർഡ് IFRS സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 3 ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം 103 ആണ്. സപ്പോസ് എ കമ്പനി acquirer agrees to pay consideration for 100% investment in another company more than the tangible assets of the acquiree, then this would mean that the acquiree must also have intangible assets. അതായത് സാധാരണയായിട്ട് അക്വയറിക്ക് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്ന സമയത്ത് അക്വയറിയുടെ കയ്യിലുള്ള 100% ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് മുഴുവനായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആക്ച്വൽ എമൗണ്ട്, ആക്ച്വൽ ഫെയർ വാല്യൂ, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ വാല്യൂ എത്രയാണോ അതിനേക്കാളും കൂടുതലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലാണ് സാധാരണയായി ഗുഡ് വിൽ എന്ന് പറയാം. അതിനർത്ഥം ഈ അക്വയറി കമ്പനിക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടെന്നാണ്. അതായത് നമ്മൾ നേരത്തെ ഗുഡ് വിൽ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതായത് കയ്യിലുള്ള അസറ്റ്, അതായത് അക്വയറിയുടെ കയ്യിലുള്ള അസറ്റിനേക്കാളും കൂടുതൽ എമൗണ്ട്, അതായത് അവരുടെ കമ്പനിയുടെ ഇപ്പോൾ വൈ ആണ് സബ്സിഡറി കമ്പനിയെങ്കിൽ വൈയുടെ വാല്യൂ നോക്കുന്ന സമയത്ത്, നെറ്റ് വർത്ത് നോക്കുന്ന സമയത്ത് ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ എമൗണ്ടിനേക്കാളും കൂടുതൽ കൊടുത്തിട്ടായിരിക്കും അക്വയറർ കമ്പനി ആ പർട്ടിക്കുലർ അക്വയറി കമ്പനിയുടെ ബിസിനസ് പിടിച്ചെടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ഈ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അക്വയറി കമ്പനിയുടെ കയ്യിലുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ എമൗണ്ട് പെയ്ഡ് ഓവർ ആൻഡ് എബവ് ദ വാല്യൂ ഓഫ് ടാഞ്ചിബിൾ അസറ്റ് ഇസ് ഗുഡ് വിൽ അറൈസിങ് ഓൺ കൺസോൾട്ടേഷൻ. അപ്പോൾ അക്വയറി കമ്പനിയുടെ കയ്യിലുള്ള ടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂവിനേക്കാളും ഓവറായിട്ട് അല്ലെങ്കിൽ കൂടുതലായി കൊടുക്കുന്ന എമൗണ്ടിനെ പറയുന്നതാണ് ഗുഡ് വിൽ. Goodwill is an asset representing the future economic benefits arising from other assets acquired in business combination that are not individually identified and separately recognized. In short, goodwill arising on consolidation is the excess of purchase consideration over the net asset acquired. എത്ര നെറ്റ് അസറ്റ് ആണോ അക്വയർ ചെയ്തിട്ടുള്ളത് അതിനേക്കാളും കൂടുതൽ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നതിനെയാണ് ഗുഡ് വിൽ എന്ന് പറയുക. അപ്പോൾ റെക്കഗ്നീഷനോ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ഗുഡ് വിൽ പറഞ്ഞിട്ടുണ്ട്. റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ഗുഡ് വിൽ അക്വയേർഡ് ഇൻ എ ബിസിനസ് കോമ്പിനേഷൻ ഇസ് റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അസറ്റ് ആൻഡ് ഇസ് ഇനീഷ്യലി മെഷേർഡ് അറ്റ് കോസ്റ്റ്. അതായത് അക്വിസിഷൻ സമയത്തുള്ള അല്ലെങ്കിൽ ബിസിനസ് കോമ്പിനേഷൻ സമയത്തുള്ള അസറ്റ് ആദ്യം മെഷർ ചെയ്യുന്നത് കോസ്റ്റിലാണ്. ആഫ്റ്റർ ഇനീഷ്യൽ റെക്കഗ്നിഷൻ ഇറ്റ് ഇസ് മെഷേർഡ് അറ്റ് കോസ്റ്റ് ലെസ് എനി അക്യുമുലേറ്റഡ് ഇമ്പയർമെൻറ്റ് ലോസ്. അതിനുശേഷം എന്തെങ്കിലും ഇമ്പയർമെൻറ്റ് ലോസസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തിട്ടാണ് ആക്ച്വൽ അസറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഗുഡ് വിൽ ഇസ് നോട്ട് അമോർട്ടൈസ്ഡ്. അതായത് ഗുഡ് വിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിൻ്റെ വാല്യൂ കുറയില്ല. അപ്പോൾ ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ടെസ്റ്റഡ് ഫോർ ഇമ്പയർമെൻറ്റ് അറ്റ്ലീസ്റ്റ് ആനുവലി ഇൻ അക്കോർഡൻസ് വിത്ത് Ind AS 36 ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ്. അതുകൊണ്ട് തന്നെ സാധാരണ അസറ്റിന് ഡിപ്രീസിയേഷൻ ഉള്ളതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉള്ള ഡിപ്രീസിയേഷൻ തുടങ്ങിയ കാര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ലോസ് മൈനസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ് എന്ന പേരിൽ Ind AS 36 പ്രകാരമാണ് അതിനെ ടെസ്റ്റ് ചെയ്യുക, ഗുഡ് വില്ലിനെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനാണ്, അത്രയും കാര്യങ്ങളാണ് ഗുഡ് വില്ലിൻ്റെ കാര്യത്തിലുള്ളത്. എന്താ ഗുഡ് വിൽ എന്നും അതിന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇമ്പയർമെൻറ്റ് ലോസസ് ആണെന്നും മനസ്സിലാക്കുക.
ഇൻഡ് AS 36 പ്രകാരമാണ് ഇമ്പയർമെൻറ്റ് ഓഫ് അസറ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ സിറ്റുവേഷൻ 1 നോക്കൂ. വെൻ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ആൻഡ് നെറ്റ് അസറ്റ് അക്വയേർഡ് ആർ ഗിവൺ ആൻഡ് 100% ഷെയർസ് ആർ അക്വയേർഡ് ബൈ ദ അക്വയറർ. മുഴുവൻ ഷെയർസും അക്വയറർ കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇൻ ദിസ് സിറ്റുവേഷൻ 100% ആർ അക്വയർഡ്, ഹെൻസ് ദർ ഇസ് നോ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. 100% ഷെയർസും നമ്മുടെ അക്വയറർ കമ്പനി എടുത്തത് കൊണ്ട് തന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ല. ഗുഡ് വിൽ അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ള ഫോർമുലാസാണിത്. ഗുഡ് വിൽ ഈക്വൽസ് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയേർഡ് അറ്റ് അക്വിസിഷൻ. എത്ര രൂപയാണ് അക്വയറർ കമ്പനി അക്വയറിക്ക് കൊടുത്തത്, ആ എമൗണ്ടിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുക. അപ്പോൾ ആ എമൗണ്ട് മൈനസ് നെറ്റ് അസറ്റ് അക്വയേർഡ് അറ്റ് അക്വിസിഷൻ സമയത്ത്, അതായത് ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ള നെറ്റ് അസറ്റ്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എത്ര അസറ്റ് ഉണ്ടെന്ന്. അതായത് എക്സ് കമ്പനി എന്ത് ചെയ്യുന്നു, വൈ കമ്പനിയെ അക്വയർ ചെയ്യുന്നു. അപ്പോൾ എക്സ് കമ്പനി വൈ കമ്പനിയെ അക്വയർ ചെയ്യുന്ന സമയത്ത് ഈ വൈയുടെ കയ്യിലുള്ള അസറ്റ് ഉണ്ടാവും. ഈ അസറ്റിൻ്റെ എത്ര അസറ്റ് വൈക്കുണ്ട് എന്നുള്ളതാണ് നെറ്റ് അസറ്റ് അക്വയർഡ് അറ്റ് അക്വിസിഷൻ. അതായത് ഈ അസറ്റ് എത്ര എണ്ണം എക്സ് എടുത്തു എന്ന്, ഈ അസറ്റിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും. അതിൽ എത്ര വാല്യൂ അല്ലെങ്കിൽ എത്ര ഷെയർ നമ്മുടെ എത്ര പോർഷനാണ് എക്സ് അക്വയർ ചെയ്തത്, ആ വാല്യൂ ആണ് നെറ്റ് അസറ്റ് അക്വയർഡ് അറ്റ് അക്വിസിഷൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ 2 ഫോർമുലാസാണുള്ളത്. നെറ്റ് അസറ്റ് അക്വയർഡ് ഈക്വൽസ് ഒന്നുകിൽ വൈ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും കൂടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ് അസറ്റ് അക്വയർഡ് കണ്ടുപിടിക്കാനായിട്ട് വൈ കമ്പനിയുടെ ടോട്ടൽ അസറ്റ് അക്വയർഡിൽ നിന്നും ടോട്ടൽ ലയബിലിറ്റീസ് അസ്യൂംഡ് മൈനസ് ചെയ്യുക. അതായത് ബാലൻസ് ഷീറ്റിലുള്ള ടോട്ടൽ അസറ്റിൽ നിന്നും ടോട്ടൽ ലയബിലിറ്റി മൈനസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. എക്സ് ലിമിറ്റഡ് അക്വയേഴ്സ് 100% shares of Y Limited, which was 40,000 shares of ₹10 each at a market price of 12 each. X Limited Y Limitedൻ്റെ 100% ഷെയർസും എടുത്തു. വിച്ച് ഹാസ്, അപ്പോൾ എത്രയുണ്ട് വൈ ലിമിറ്റഡിന്? 40,000 ഷെയർസ് ഉണ്ടായിരുന്നു, 10 രൂപയാണ്. പക്ഷേ മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ 12 രൂപയാണ്. ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് വൈ ആർ, ഇത് അസറ്റാണ്, ഇത് ലയബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നെറ്റ് അസറ്റ് അക്വയേർഡ് അറ്റ് ദ ടൈം ഓഫ് അക്വിസിഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത് അതേപോലെ എഴുതുക. എന്നിട്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള നെറ്റ് അസറ്റ് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് എത്രയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യണം, എത്ര കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എന്തറിയില്ല, നെറ്റ് അസറ്റ് അക്വയർഡ് അറ്റ് അക്വിസിഷൻ അറിയില്ല. എത്ര അസറ്റാണ് അക്വിസിഷൻ ടൈമിൽ ഉള്ളതെന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് ഈ 2 ഫോർമുലകളിൽ ഏതെങ്കിലും ഒന്നെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ ടെക്സ്റ്റിൽ നോക്കിയിരിക്കുക, അത് കൃത്യമായി തന്നിട്ടുണ്ട്. കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് മൈനസ് നെറ്റ് അസറ്റ് അക്വയേർഡ് എന്നുള്ളതാണ്. അപ്പോൾ നെറ്റ് അസറ്റ് അക്വയേർഡ് കണ്ടുപിടിക്കാനായിട്ട് അസറ്റ്സ് അക്വയേർഡ് മൈനസ് ലയബിലിറ്റീസ് അസ്യൂംഡാണ് ചെയ്തിട്ടുള്ളത്. അസറ്റും ലയബിലിറ്റിയും പ്രത്യേകം തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അസറ്റും ലയബിലിറ്റിയും വെച്ചിട്ടാണ്. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്നും ഈ 1 ലക്ഷം മൈനസ് ചെയ്ത് 4 ലക്ഷം നെറ്റ് അസറ്റ് അക്വയേർഡ് ആയിട്ട് മനസ്സിലാക്കി. ദെൻ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ 40,000 ഷെയർസ് ഉണ്ടെന്നാണ് പറഞ്ഞത് വൈ ലിമിറ്റഡിൻ്റെ കയ്യിൽ. അപ്പോൾ ഈ 40,000 ഷെയർസ് അറ്റ് 10 എന്ന് എടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 12 ഈച്ചാണ്. ഇത് ഓതറൈസ്ഡ് സമയത്തൊക്കെ ഉള്ള മാർക്കറ്റ് പ്രൈസ് ഫേസ് വാല്യൂ ആയിരിക്കും. പക്ഷെ മാർക്കറ്റ് പ്രൈസ് 12 ആയതുകൊണ്ട് തന്നെ അത് കൊടുത്തിട്ട് വേണം എക്സ് ലിമിറ്റഡിന് വൈ ലിമിറ്റഡിൻ്റെ ഈ ഷെയർസ് 40,000 ഷെയർസ് പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ 40,000 × 12 എന്നുള്ളതായിരിക്കും കൺസിഡറേഷൻ. ഈ കൺസിഡറേഷനിൽ നിന്നും നെറ്റ് അസറ്റ് അക്വയേർഡ് മൈനസ് ചെയ്യാം. ഓക്കെ, ദെൻ സിറ്റുവേഷൻ 2.